പണിക്കർ സാർ നമസ്കാരം. നമസ്കാരം സാർ. 2019 നമ്മുടെ 2019 2024 നമ്മുടെ ലോക്സഭ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സ്ഫോടനം നടത്തിയതാണ് നമ്മുടെ ഇ പി ജയരാജൻ സഖാവ്. അന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപാകെ ആ വേളയിൽ ഇ പി ജയരാജൻ സഖാവ് ബി ജെ പിയിലേക്ക് ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഫോടനം അദ്ദേഹം നടത്തിയപ്പോൾ സി പി എമ്മിൽ കൊടുങ്കാറ്റായി ആ സ്ഫോടനം ആഞ്ഞടിക്കുകയും അദ്ദേഹത്തിന്റെ കൺവീനർ സ്ഥാനം തെറിക്കുകയും ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അന്ന് സി പി എം പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ കൃത്യമായി പാർട്ടിയുടെ പരിപാടികളെ ഏകോപിപ്പിക്കുന്നതിൽ ഇ പി ജയരാജന് വീഴ്ച വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇ പി ജയരാജന്റെ, അതായത് വയനാട് ചേലക്കരയാണ് സി പി എമ്മിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ആ ഒരു സമയത്ത് ഇ പി ജയരാജൻ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പുവടയും എന്നുള്ള ഒരു ആത്മകഥയുടെ ചില കഥാതന്തുക്കൾ എങ്ങനെയോ ഡി സി ബുക്സിൽ നിന്നും ലീക്കായി പോയി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല ഡി സി ബുക്സിൽ നിന്ന് ലീക്കായതെന്ന്. ഡി സി ബുക്സ് അവസാനം പറയുന്നത് ഇതിപ്പോ സാങ്കേതിക തകരാറുകൾ കൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്ന് പറയുന്നു. ആ കട്ടൻ ചായയും പരിപ്പൂടയിലും അദ്ദേഹം നിശിതമായിട്ടുള്ള പല വിമർശനങ്ങളും പറയുന്നു. അതായത് ഇന്നലെ നടന്ന സബ്ജക്റ്റുകൾ വരെ, അതായത് നമ്മളിപ്പോ സംസാരിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തലേ ദിവസം നടന്ന സബ്ജക്റ്റുകൾ വരെ ആ കട്ടൻ ചായയും പരിപ്പൂടയും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. പോരാത്തതിന് പിണറായി സർക്കാരിനെ കുറിച്ച്, രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് നിശിതമായ വിമർശനം കൊണ്ടുവരുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ കുറിച്ചുള്ള കഥകളുണ്ട്. ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങളുണ്ട്. സരിനെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. സരിൻ എന്ന് പറയുന്നത് ഒരു ഒറ്റുകാരൻ എന്നതിലുപരി സരിൻ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പാണ് എന്നുള്ള രീതിയിലാണ് ആത്മകഥയിൽ അദ്ദേഹം കുറിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി ആത്മകഥ പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് എക്സാക്ട്ലി അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സാർ, സി പി എമ്മിന്റെ പല ആൾക്കാരും, പല ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരും എന്നോട് പറഞ്ഞത് ജയരാജേട്ടനെ കഴിഞ്ഞ് ജയരാജേട്ടൻ കണ്ണൂരിലെ പ്രബലനായിട്ടുള്ള എല്ലാവരെയും, നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം, എല്ലാവർക്കും രാഷ്ട്രീയ ജാതി മത ലിംഗ വർണ്ണ ഭേദമന്യേ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ തടഞ്ഞ് ഗോവിന്ദൻ മാസ്റ്ററെ നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ട് നിയമിച്ചതിൽ അദ്ദേഹത്തിന് വലിയ അമർഷമുണ്ട്. പാർട്ടിയിൽ അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വലിയ വിമർശനങ്ങളുണ്ട്. അങ്ങനെയുള്ള വിമർശനങ്ങളും, അദ്ദേഹം ഇപ്പോ പാർട്ടിയിൽ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. പിണറായി സഖാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ്. അത് വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യം അദ്ദേഹം കാണിക്കുന്നതാണെന്ന് പറയുന്നത്. സാറിന് എന്താണ് തോന്നുന്നത് ഈ ഒരു തരുണത്തിൽ, ഈ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ആത്മകഥ, അതിലെ ചില ഭാഗങ്ങൾ ഡി സി ബുക്സിൽ നിന്നും എങ്ങനെ ലീക്കായി, അത് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഇ പി ജയരാജന്റെ യഥാർത്ഥത്തിലുള്ള ആത്മകഥയിലുള്ള വരികളായിരിക്കുമോ? അങ്ങനെ അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഡി സി ബുക്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോ ആ ഒരു സാഹചര്യം സി പി എമ്മിനെ എങ്ങനെ ബാധിക്കും? എം വി ഗോവിന്ദനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചായക്കോപ്പയിലെ കട്ടൻ ചായ കൊടുങ്കാറ്റാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അഭിപ്രായം? ധനുഷ്, ഇതിൽ രണ്ട് വേർഷൻസ് ആണ് ഇ പി ജയരാജനും രവി ഡി സിയും പറയുന്നത്. ഈ വിഷയത്തിലെ സത്യാവസ്ഥ എന്താണ്, ഇതിൽ ആരാണ് മലയാളിയെ കളിപ്പിക്കുന്നത് എന്നറിയണമെങ്കിൽ ഇതിൽ ഒരാൾ പറയുന്ന സത്യമാണ് യഥാർത്ഥ സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഇതിൽ ഒരാൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതാണോ, രണ്ടുപേരും ചേർന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നതാണോ, ഇനി മൂന്നാമതൊരാൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതാണോ, ഇങ്ങനെ പല പല വേർഷൻസാണ് പൊളിറ്റിക്കലി നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇ പി ജയരാജൻ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത് അദ്ദേഹം പറയുന്നത് ഇത് തൻ്റെ ആത്മകഥയല്ല. നമ്മൾ ഈ ട്രോൾ ഇപ്പോൾ ചെയ്യപ്പെടുന്നത് പോലെ തൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറയുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു കാര്യം. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇൻ റൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഡി സിക്കെതിരെ അദ്ദേഹം അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിലാണ്. അവിടെ അദ്ദേഹത്തിന് വേണ്ടി അഭിഭാഷകൻ പറയുന്നുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കൃതിയല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇതിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുന്ന ഏതെങ്കിലും ഭാഗം എന്ന നിലയ്ക്കല്ല, മറിച്ച് അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയല്ല, അദ്ദേഹമല്ല അത് എഴുതിയിരിക്കുന്നത് എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ കാര്യം, ഇ പി ഒരു ആത്മകഥ എഴുതുന്നുണ്ട്. അത് എഴുതുന്നത് അദ്ദേഹം തന്നെ നേരിട്ട് അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ എഴുതുകയാണ്. പക്ഷേ ഭാഷാപരമായിട്ടുള്ള കറക്ഷൻസ് ഒക്കെ വേണം. അതുകൊണ്ട് അദ്ദേഹം കണ്ണൂരിലുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ അദ്ദേഹം സമീപിക്കുന്നു. അദ്ദേഹമാണ് ഈ കറക്ഷൻ ചെയ്തു കൊടുക്കുന്നത് എന്ന് പറയുന്നു. ഇത് ഒരാളുമായിട്ടും കോൺട്രാക്ട് ചെയ്തിട്ടില്ല എന്നും ഒരാളിനും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും മാതൃഭൂമി ബുക്സ് അതേപോലെ തന്നെ ഡി സി ബുക്സ് ഒക്കെ തന്നെ സമീപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. താൻ ഇപ്പോഴും ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അയാൾ കഥ എഴുതുകയാണ് എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴും ആത്മകഥ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എങ്ങനെ പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കാണുന്ന സമയത്തും അദ്ദേഹം പറയുന്നത് ഇത് യു ഡി എഫിൻ്റെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഒക്കെ തന്നെ കളിയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇതിലുള്ള ഗുരുതരമായിട്ടുള്ള രണ്ട് പ്രശ്നങ്ങളുണ്ട്.
അതായത് രണ്ട് പേരുടെയും ഭാഗത്തുള്ള പ്രശ്നങ്ങളുണ്ട്. EP പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ നിമിഷം വരെയും ഈ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് വഴി പ്രചരിക്കുന്ന ഈ PDF കോപ്പി ആത്മകഥയുടേത് അദ്ദേഹം കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വക്കീൽ നോട്ടീസ് അദ്ദേഹം ഇതിനോടകം തന്നെ അയച്ചു കഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം DGPയെ സമീപിച്ചു കഴിഞ്ഞു. പക്ഷേ ദിവസം 2 ആയിട്ടും ഈ PDF കോപ്പി അദ്ദേഹം കണ്ടിട്ടില്ല. അത് വളരെ ദുരൂഹമാണ്. കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകുമെങ്കിൽ അത് ആൻസർ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഈ മാനുസ്ക്രിപ്റ്റ് എന്താണ് എന്നുള്ളത് അദ്ദേഹം കാണണം. പക്ഷേ അദ്ദേഹം പറയുകയാണ് അസന്നിഗ്ധമായിട്ട് ഇത് തൻ്റേതല്ല. എങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഭാഗമൊന്നും ഞാൻ എഴുതിയതല്ല എന്ന് പറയുന്നുണ്ട്. എങ്കിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലാത്ത മറ്റു ഭാഗങ്ങളോ, അതും PDF-ലുണ്ടല്ലോ. അപ്പോൾ PDF-ൽ പുസ്തകം ഏതാണ്ട് പൂർണ്ണ രൂപത്തിൽ തന്നെയുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ താൻ എഴുതിയിരിക്കുന്നതാണോ, താൻ മറ്റൊരാളിനോട് പറഞ്ഞു കൊടുത്ത് എഴുതിയിരിക്കുന്നതാണോ എന്നതിനെപ്പറ്റി ഒരു അക്ഷരം അദ്ദേഹം പറയുന്നില്ല. അത് പറയണം എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഈ PDF താൻ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ അതിലുള്ളൊരു ചോദ്യത്തിനൊന്നും തന്നെ അദ്ദേഹത്തിന് മറുപടി പറയേണ്ടുന്ന ഒരു കാര്യമില്ല. ഞാനിതിൽ ദുരൂഹമായി കാണുന്നത്, ഈ വിഷയം ഇത്രത്തോളം ചർച്ച ചെയ്യുന്നു, CPM-ൽ നിന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റു പല ആൾക്കാരും മാധ്യമങ്ങളടക്കം ചോദിക്കുന്ന സമയത്ത് കൃത്യമായി തൻ്റെ ഭാഗം പറയണമെങ്കിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഡോക്യുമെൻ്റ് അതാണോ തൻ്റെ ആത്മകഥ, താൻ ഇതുവരെ എഴുതിയിരിക്കുന്ന ഭാഗങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടോ എന്നതിനെപ്പറ്റി അദ്ദേഹം പറയണം. പക്ഷേ ദുരൂഹമായിട്ട് അത് അദ്ദേഹം കണ്ടിട്ടില്ല. 2, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളൊരു പുസ്തകം എഴുതാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പുസ്തകം എഴുതി വലിയ പരിശീലനം ഒന്നുമില്ല എങ്കിൽ, പരിചയമില്ല എങ്കിൽ, ഈ നല്ലൊരു പബ്ലിഷിംഗ് ഹൗസ് ആണെങ്കിൽ, ഏത് പബ്ലിഷിംഗ് ഹൗസ് ആണെങ്കിലും കിട്ടും, എങ്കിലും നല്ലൊരു പബ്ലിഷിംഗ് ഹൗസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇത് കുറച്ചുകൂടെ ഒന്ന് നോക്കി ഇതിൻ്റെ പ്രൂഫ് റീഡ് ചെയ്ത് ഇതിൽ കറക്റ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു എഡിറ്ററെ നിങ്ങൾക്ക് കിട്ടും. എല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ എഡിറ്ററെയൊക്കെ തന്നെ ഇതിൻ്റെ അക്നോളജ്മെൻറ്റിൽ പറയാറുള്ളതാണ്, അവരുടെ നിസ്തുല സേവനമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മാതൃഭൂമി ബുക്സും ഇദ്ദേഹത്തിനെ സമീപിച്ചു, DC ബുക്സും ഇദ്ദേഹത്തിനെ സമീപിച്ചു. ഈ 2 ആൾക്കാർക്കും ഇതേപോലത്തെയുള്ള സംവിധാനങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് താൻ എഴുതിയിരിക്കുന്ന കാര്യത്തിനെ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, പ്രൂഫ് റീഡ് ചെയ്യുന്നതിന് വേണ്ടി അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാവുന്നതാണ്. പക്ഷേ EP പറയുന്നതനുസരിച്ച് അദ്ദേഹം ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷേ സ്വന്തമായിട്ട് കണ്ണൂരിൽ നിന്നുള്ള ഒരു മാധ്യമപ്രവർത്തകനെ കണ്ടെത്തി ആ ആളിനെ കൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ചെയ്തതിന് ശേഷമേ അദ്ദേഹം ഇവിടെ കൊടുക്കുകയുള്ളൂ എന്നൊരു സമീപനം സ്വീകരിച്ചിരിക്കുക. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയുന്നില്ല. കാരണം അതൊരു നല്ല ബുക്ക് പബ്ലിഷർ അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ഒരു സൗകര്യമാണ്. പക്ഷേ അത് വേണ്ട, സ്വന്തം നിലയ്ക്ക് അദ്ദേഹം ചെയ്യുകയാണ്. വേണമെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്കങ്ങ് വെറുതെ വിടാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്നറിയോ? EP പറയുന്നതിൽ തന്നെയാണ് അതിൻ്റെ അപകടം. EP പറയുന്നത് ഇത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, DC-ക്ക് കൊടുത്തിട്ടില്ല, മാതൃഭൂമിക്ക് കൊടുത്തിട്ടില്ല, ഞാൻ ഒരു മനുഷ്യനുമായിട്ടും ഇതിൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല, ഇതെൻ്റേതല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് ലീക്കായതാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലീക്കായതാവാം എന്നുള്ള ഒരു സമീപനവും അദ്ദേഹത്തിനുണ്ട്. എങ്കിൽ DC-ക്ക് കൈമാറിയിട്ടില്ല എങ്കിൽ, ആർക്കും കൈമാറിയിട്ടില്ല എങ്കിൽ, ഈ പറയുന്ന മാധ്യമപ്രവർത്തകന് മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ ഈ മനുസ്ക്രിപ്റ്റ് ആരുടെയൊക്കെ കയ്യിലുണ്ടാവും? 1 EP-യുടെ കയ്യിൽ, 2 ഈ പറയുന്ന മാധ്യമ സുഹൃത്തിൻ്റെ കയ്യിൽ. EP പറയുന്നത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, പിന്നീട് ഇത് ലീക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാൾ ഈ മാധ്യമ സുഹൃത്താണ്. ആരാണ് ഈ മാധ്യമ സുഹൃത്ത്? അറിയില്ല. ഈ മാധ്യമ സുഹൃത്ത് ഇപ്പോൾ എവിടെയാണ്? എവിടെയോ ആണ്. ഈ മാധ്യമ സുഹൃത്തിനെ ബന്ധപ്പെട്ടിട്ട് ഇതുമായി ബന്ധപ്പെട്ട ക്ലാരിറ്റി കിട്ടിയോ? ഇല്ല. താങ്കൾ എന്താണ് വിശ്വസിക്കുന്നത്? ഈ മാധ്യമ സുഹൃത്ത് ഒരിക്കലും ഇത് ലീക്ക് ചെയ്യില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാധ്യമപ്രവർത്തകനുണ്ട് എന്നും ആ മാധ്യമപ്രവർത്തകനെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നും നമ്മളോട് പറയുന്നത് EP ആണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് ചോരാനുള്ള ഒരു സോഴ്സ് EP പറയുന്നതാണ് ശരിയെങ്കിൽ അദ്ദേഹം മാത്രമാണ്, EP അല്ല എങ്കിൽ. ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് DC-യിലേക്ക് പോലും പോകാൻ കഴിയുകയുള്ളൂ. ഇന്ന് അദ്ദേഹം പറയുന്ന അടുത്ത ആരോപണം ഇത് UDF അല്ലെങ്കിൽ BJP അവരാണിത് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ മറ്റു ഭാഗത്തിനോടൊപ്പം ഈ പുതിയ ഭാഗം കൂട്ടിച്ചേർത്തതാണോ, അതോ EP-യെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പൂർണ്ണമായിട്ടും അങ്ങ് എഴുതിയതിന് ശേഷം അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഒരു മിനിമം ചെയ്യേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ K. സുധാകരനെ K. കരുണാകരൻ സംരക്ഷിച്ചു എന്ന് പറയുന്ന കാര്യം വേണമെങ്കിൽ അവർക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ K. സുധാകരൻ 100-ൽ പരം കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുന്ന ഭാഗമൊക്കെ അവർക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. സ്വന്തം നേതാവിനെ അവഹേളിച്ചിട്ടാണെങ്കിലും സാരമില്ല, EP ജയരാജൻ നാണം കിടണം എന്ന രീതിയിലത്തേക്ക് UDF-കാർ ചിന്തിച്ച് ആ രീതിയിലത്തേക്ക് ഇവരിത് തയ്യാറാക്കുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത്, സോഴ്സിൽ നിന്ന് ലീക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയെപ്പറ്റി കാര്യമായി ബോധറേഷനൊന്നും ഇല്ലാതിരിക്കുന്ന ഇദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള മറ്റുള്ള ആൾക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടി കൂടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് EP പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം
ഇതിൻ്റെ PDF മറ്റു പലർക്കും കിട്ടിയതുപോലെ എനിക്കും കിട്ടി. ഞാനിതൊന്ന് വായിച്ച് നോക്കി. വായിച്ച് നോക്കുമ്പോൾ അത് EP-യുടെ ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ച, അദ്ദേഹം നേരിട്ടിരുന്ന പല വിവാദങ്ങൾ, അതിൽ തന്നെ തമാശയും രസവും ഒക്കെ കലർന്ന കാര്യങ്ങൾ, അദ്ദേഹം പരിഹാസനായിരിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ, വിവാദമുണ്ടാക്കിയിരിക്കുന്ന സന്ദർഭങ്ങൾ, ഇതിനെപ്പറ്റി എല്ലാം തന്നെ വളരെ സരസമായിട്ട് തന്നെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ EP-ക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു പുസ്തകമാണത്. അപ്പോൾ അതുകൊണ്ടത് പുസ്തകങ്ങൾ വായിച്ച് ശീലമുള്ള, ആത്മകഥകൾ വായിച്ച് ശീലമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകും ഇത് EP-യുടേത് തന്നെയാണ്. അദ്ദേഹം ഒരുപക്ഷെ എഴുതി കൊടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരാളിനോട് പറഞ്ഞ് എഴുതിപ്പിച്ചിട്ടുണ്ടാകാം. എന്തായാലും അത് അദ്ദേഹം തന്നെ എഴുതിയതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്ന് നമുക്ക് തോന്നും. കാരണം നമ്മൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള, നമുക്ക് അത്രത്തോളം ഇവർ തമ്മിൽ ഇങ്ങനെ ആത്മബന്ധമുണ്ടായിരുന്ന ആൾക്കാരാണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലത്തേക്കുള്ള കൗതുകകരമായിട്ടുള്ള പല സൗഹൃദങ്ങളെ പറ്റിയൊക്കെ തന്നെ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഇന്നുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഒരു പുസ്തകമായാലും അതിനൊരു ആമുഖവും മുഖവുരയും കൺക്ലൂഷനും ഒക്കെ വേണ്ടേ? അതില്ലാതെ എങ്ങനെ പുസ്തകമാകുമെന്ന്, അതില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെയാണ് മനസ്സിലായി? ഈ PDF അദ്ദേഹം കണ്ടിട്ടില്ലല്ലോ. ഈ PDF കണ്ടെങ്കിൽ മാത്രമല്ലേ ഉള്ളൂ അതിനകത്ത് ആമുഖവും മുഖവുരയും കൺക്ലൂഷനും ഇല്ല എന്ന് മനസ്സിലാവുകയുള്ളൂ. എന്ന് വെച്ചാൽ ആമുഖവും മുഖവുരയും കൺക്ലൂഷനും ഉണ്ട്, പക്ഷേ ഇത് ഈ PDF-ൽ ഇല്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഇനി ആമുഖവും മുഖവുരയും കൺക്ലൂഷനും ഈ പറയുന്ന നിലവിൽ വന്നിരിക്കുന്നതിനോടൊപ്പം ചേർത്ത് വെച്ചാൽ അത് EP-യുടെ ആത്മകഥയാവുമോ? അദ്ദേഹം ഇവിടെ ഇത് ഇല്ലല്ലോ എന്നല്ല പറയേണ്ടത്. ഇന്ന കാര്യങ്ങൾ അതിലുള്ളത് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ല എന്നും അത് ഞാനല്ല എഴുതിയത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അതിന് പകരം ഇന്ന കാര്യങ്ങളൊന്നും അതിലില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാൻ പറ്റുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇതും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾ ഇത് താങ്കളുടേതാണെന്ന് സമ്മതിക്കുമോ എന്നുള്ളൊരു കാര്യം. ഇനി വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇതിലെല്ലാം മറുപടി പറയേണ്ടത് ആരാ? രവി DC ആണ്. DC നേരത്തെ ധനുഷ് തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിഷിംഗ് ഹൗസാണ്. അവരുടെ നിരവധി നേട്ടങ്ങളുണ്ട്. രവി DCക്ക് കേരളത്തിൻ്റെ തന്നെ സിവിലിയൻ ഓണറൊക്കെ കിട്ടിയിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് എന്താണ്? അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത്, നോക്കൂ, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്, അതിന് മുകളിൽ ഒന്നും പറയാനില്ല. ഇതിലൊരു കോൺട്രാക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ സിപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്, ഒന്നും മിണ്ടുന്നില്ല എന്ന്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൊതുരംഗത്ത് ഉള്ള ഒരാളിനെ, ഒരു പബ്ലിക് ഫിഗറിനെ ഏതെങ്കിലും രീതിയിൽ ഇകഴ്ത്തി കാട്ടാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനേക്കാൾ ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എങ്കിൽ ഇന്നലെ എന്താണ് DC പറഞ്ഞത്? DC പറഞ്ഞ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, EP ജയരാജൻ്റെ ആത്മകഥ അത് പബ്ലിഷ് ചെയ്യാൻ പോകുന്നു, അതിന് തീയതിയും കാര്യങ്ങളും തീരുമാനിക്കുന്നു, വിവാദമാകുന്നു, അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് കുറച്ചുകൂടി മുന്നോട്ട് തള്ളുന്നു. ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇത് EP ജയരാജൻ്റെ ആത്മകഥയാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയും അതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് കൂടുതലൊന്നും ചേർക്കാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ DC രവി ഇപ്പോഴും നമ്മളോട് പറയുന്നത് ഇത് EP ജയരാജൻ്റെ ആത്മകഥയാണ്. ഈ പുസ്തകത്തിൻ്റെ പേര് EP ജയരാജനെ ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ആൾക്കാർ ഉപയോഗിക്കുന്ന പേരാണ് ഈ കട്ടൻ ചായയും പരിപ്പോടെയും. EP ജയരാജൻ ചോദിക്കുന്ന ചോദ്യവും ലോജിക്കലാണ്. ഞാൻ എങ്ങനെ പുസ്തകം എഴുതുമ്പോൾ ഞാൻ എന്നെ അപഹസിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പേര് ഉപയോഗിക്കുമോ? പക്ഷേ രവി DC അത് തിരുത്തുന്നില്ല. ഇന്നലെ പറഞ്ഞിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സത്യമെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പേരും അതിൻ്റെ പുറം ചട്ടയും ഇത് തന്നെയാണ്. അദ്ദേഹം വേറൊരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം സത്യാവസ്ഥ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. എന്ന് വെച്ചാൽ ഈ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ DC ഇന്നലെ നിരാകരിച്ചിട്ടില്ല, ഇന്നും നിരാകരിച്ചിട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, ഞങ്ങളുടെ പുസ്തകത്തിൽ ഈ ഭാഗങ്ങളൊന്നുമില്ല, ഇതൊന്നും ഞങ്ങളുടെ പുസ്തകമല്ല എന്ന് അദ്ദേഹത്തിനും പറയാം. പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത് പുറത്തു വരുന്ന സമയത്ത് നിങ്ങൾക്കിത് ബോധ്യമാകും എന്നാണ്. എന്ന് പറഞ്ഞാൽ EP ജയരാജൻ പറയുന്നതിനെ അദ്ദേഹം തള്ളുന്നുണ്ട്. ഒപ്പം ഇത് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഞങ്ങളിത് പ്രസിദ്ധീകരിക്കും എന്നാണ്. ഞങ്ങളിത് പ്രസിദ്ധീകരിക്കില്ല എന്നവർ പറയുന്നില്ല. അപ്പോൾ ഇന്നും അവരത് തന്നെ പറയുന്നുള്ളൂ. ഇന്നലെ പറഞ്ഞതാണ് അവരുടെ സത്യം. എങ്കിൽ അത് പ്രസിദ്ധീകരിക്കും എന്നുള്ള നിലപാടിൽ അവർക്ക് മാറ്റമില്ല. എങ്ങനെ പ്രസിദ്ധീകരിക്കും? പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഗ്രന്ഥകർത്താവ് ആരാണോ അവരുടെ സമ്മതമുണ്ടായേ പറ്റൂ. അപ്പോൾ ഈ വിവാദമുണ്ടായതിനു ശേഷവും ഞങ്ങളിത് പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മതം അവർക്കുണ്ട് എന്നല്ലേ മനസ്സിലാക്കണ്ടേ? പിന്നെന്താ, ഇത് ഉടനടി പ്രസിദ്ധീകരിക്കില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സമ്മതമുണ്ടോ ഇല്ലയോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം സിപ്പ് ചെയ്ത് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റേ സ്റ്റേറ്റ്മെൻറ്റ് കൂടി ചേർത്ത് നോക്കൂ. പൊതുരംഗത്തുള്ള ഒരാളിനെ അപമാനിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ DCക്ക് രണ്ടിലൊരു ആൻസറേ ഉള്ളൂ. ഒന്നുകിൽ കോൺട്രാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഇല്ല. കോൺട്രാക്റ്റ് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ അപമാനിക്കപ്പെടുന്നത് DC തന്നെയാണ്, അല്ലേ?
നിങ്ങൾക്ക് അതെ കോൺട്രാക്റ്റ് ഇല്ലാതെ നിങ്ങളൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം എൻഡോഴ്സ് ചെയ്യുകയാണ് എങ്കിൽ തനിക്ക് കോൺട്രാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നാറുന്നത് ഡി സി ആണ്. ഡി സി തന്നെ പറയുന്നുണ്ട് താൻ ഒരു പബ്ലിക് ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അവിടെ നാറുന്നത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. രണ്ട്, ഇതിലെ ശരിക്കുള്ള സത്യം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ഉണ്ട് എന്നാണെങ്കിലോ, കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ജയരാജനാണ് ഈ അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ ജയരാജൻ പറഞ്ഞത് ഞാൻ ഡി സിക്ക് കൊടുത്തിട്ടില്ല എന്നാണ്. നേരെ മറിച്ച് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ട് എന്നതാണ് സത്യമെങ്കിൽ അത് ഡി സി ശരിവെച്ചാൽ അവിടെ അപമാനിതനാകുന്നത് ഇതുവരെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നിഷേധിച്ചിരിക്കുന്ന ഇ പി ജയരാജനാണ്. അങ്ങനെയാണ് എങ്കിൽ രവി ഡി സി പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കൂ, പബ്ലിക് ഫിഗേഴ്സിനെ അപമാനിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് കോൺട്രാക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ഫിഗർ ഇവിടെ അപമാനിക്കപ്പെടും എന്നാണ് രവി ഡി സി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എങ്കിലും ഇത്രയുമെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, വളരെ സിമ്പിൾ ലോജിക്കലായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഡി സി ബുക്സിന് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചതിന് ശേഷം വിവാദമുണ്ടാക്കിയിട്ട് ഇതാ ഞങ്ങളെപ്പോലൊരു പ്രസിദ്ധീകരണശാല ഇവിടെ ഉണ്ട് എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവർ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കേരളത്തിലേതെന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊഫഷണൽ പബ്ലിഷിംഗ് ഹൗസാണ്. അങ്ങനെയുള്ള ഒരാളിന് അവരാദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ആത്മകഥയാണോ ഇത്? അല്ല. എത്രയോ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന, എനിക്ക് തോന്നുന്ന ഒരു മാസം 1500 പുസ്തകമോ മറ്റോ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്ന നിരവധി ആത്മകഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിന് എന്താണ് അതിൻ്റെ ചിട്ടവട്ടങ്ങൾ എന്നതിനെപ്പറ്റി അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണയൊക്കെ തന്നെ ഇവർക്കുണ്ട്. ഒരുപക്ഷെ വാക്കാൽ പറഞ്ഞിരിക്കുന്ന ഒരു കോൺട്രാക്റ്റ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സൈൻ ചെയ്തിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. ഇങ്ങനെയുള്ള കുറച്ച് സാങ്കേതികത്വങ്ങൾ മാത്രമേ ഇതിൽ ബാക്കി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ഇന്നലെ ഉണ്ടായിരിക്കുന്ന ഏതെങ്കിലും ഒരു റാൻഡം പബ്ലിഷിംഗ് ഹൗസിനെ പറ്റി അല്ല, ഡി സിയെ പറ്റിയാണ്. ഡി സിക്ക് ഇതിലെല്ലാം തന്നെ പരിചയമുണ്ട്. പക്ഷേ ഇവിടെ ഡി സി കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റ് എന്ന് പറയുന്നത് ഡി സിയെ വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഡി സിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. ആ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഞങ്ങളൊരു പബ്ലിക് ഫിഗർ അല്ല അതുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ല. കാരണം അദ്ദേഹത്തിൻ്റെ പൊതുരംഗത്തുള്ള സംഭാവനകളെ കൂടി മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു സിവിലിയൻ പുരസ്കാരം നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പൊതുജനങ്ങളോട് അവരുടെ വായനക്കാരോട് ഒക്കെ തന്നെ സത്യാവസ്ഥ വിശദീകരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹവും ശ്രമിക്കുന്നില്ല. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇ പി ജയരാജൻ്റെ സത്യം, ഡി സി രവിയുടെ സത്യം എന്നിങ്ങനെ ഈ വിഷയത്തിൽ രണ്ട് സത്യങ്ങളില്ല, ഒറ്റ സത്യമേ ഉള്ളൂ. ആ സത്യം എന്താണെന്ന് അറിയാനുള്ള അവകാശം ഈ നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട്. ചുരുങ്ങിയത് ഡി സി ബുക്സിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കെങ്കിലുമുണ്ട്. അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഈ രണ്ടാൾക്കാരും അതിനു വേണ്ടിയിട്ട് സഹകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പക്ഷേ എന്തിനും ഏതിനും ഡി ജി പിക്ക് പരാതി കൊടുക്കുകയും ഡി ജി പി അന്വേഷിക്കുകയും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനമായിട്ട് നമ്മുടെ നാട് മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ, മുൻപുള്ള പല ഡി ജി പി അന്വേഷണങ്ങളൊന്നും തന്നെ എങ്ങും എത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ, ഇവിടെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീൽ നോട്ടീസ് അയക്കുമെന്ന് പറഞ്ഞിരിക്കുന്നതൊന്നും തന്നെ ലീഗലായിട്ട് കോടതിയിലേക്ക് പോയിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഇതിലൊന്നും തന്നെ കാര്യമായ പുരോഗതി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിങ്ങനെ പതുക്കെ പതുക്കെ തണുത്തുറഞ്ഞ് മാറുന്നതിനുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. ഒരുപക്ഷേ ഈ പുസ്തകം പുറത്തിറങ്ങിയാൽ തന്നെ അതിലൊരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഒരു പ്രസിദ്ധീകരണശാലയാണ്, നിങ്ങൾക്ക് ഒരു പുസ്തകം കിട്ടുന്നു, അത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വ്യക്തി എഴുതുന്ന ആത്മകഥ. നിങ്ങൾ തന്നെ ഇതിൻ്റെ PDF അങ്ങ് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പുസ്തകം ആരും മേടിക്കും? പൈസ കൊടുത്തിട്ട് പിന്നെ പുസ്തകം വാങ്ങണമെങ്കിൽ എത്ര പേര് വാങ്ങും? അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് എന്ന രീതിയിലത്തേക്ക് കൂടി ഈ സ്ഥാപനം കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കാര്യത്തിനെ നിങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് നിങ്ങൾ തന്നെ അങ്ങ് ലീക്ക് ചെയ്യുക, അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ ഇതിൻ്റെ ലോജിക്ക് എവിടെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇ പി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങളുണ്ടാകണം. അപ്പോൾ ഡി സി ഈ കാര്യത്തിൽ പ്രതികരിക്കുക, ഈ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഈ സിപ്പിനെ അൺസിപ്പ് ചെയ്തതിന് ശേഷം വായ തുറന്ന് സംസാരിക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഡി സി പറഞ്ഞ് ഞങ്ങളൊരു ഫെസിലിറ്റേറ്ററാണ്, മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ അവരുടെ കൃതികളൊക്കെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരുന്നുവെന്നാണ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഒരു പബ്ലിക് അഡ്രസ് സിസ്റ്റം പോലെ ആൾക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നാണ്. അതിതല്ല. മൂടി ഇങ്ങനെ നിൽക്കുകയല്ല ചെയ്യുന്നത്. ഡി സി പ്രസിദ്ധീകരിക്കുന്ന ബ്ലാങ്ക് പുസ്തകങ്ങളല്ലല്ലോ. ആൾക്കാരുടെ ആശയങ്ങൾ, ആൾക്കാരുടെ ഒപ്പീനിയൻസ് ഒക്കെ തന്നെയാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. സാഹിത്യവും അവരുടെ ആവിഷ്കാരവും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ ഒപ്പം നിൽക്കുന്നവരാണ്. ഞങ്ങൾക്ക് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, ഞങ്ങളൊന്നും മിണ്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് വൈരുദ്ധ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഡി സി കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം, ഡി സിയുടെ പവർ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് ഡി സിയോട് പറയാനുള്ളത്. അവർക്കും കേരളത്തിൽ ഇനിയും പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്ത് സ്വസ്ഥമായിട്ട് ബിസിനസ് നടത്തി പോകണ്ടേ സാർ? അതായിരിക്കും അവര് വാമൂടിക്കെട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്
രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് CPM ഈ കാര്യത്തിൽ വളരെ സീരിയസ് ആയിട്ട് സമീപിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും അന്തർധാരയിൽ അതിഭീകരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. EP ജയരാജൻ സ്വാഭാവികമായിട്ടും അതിഭീകരമായി അതൃപ്തനാണ് പാർട്ടിയുടെ പല നടപടികളിലും. അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കറിയാം, എന്തായാലും തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിഞ്ഞോട്ടെ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക്, അതിപ്പോ BJP-യിലായിരുന്നാലും CPM-ലായിരുന്നാലും കോൺഗ്രസിലായിരുന്നാലും ഒരുപാട് പൊട്ടിത്തെറികൾക്കുള്ള ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അത് കിട്ടുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.